ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ജിയോ ഹോട്ട്സ്റ്റാർ പോലത്തെ OTT പ്ലാറ്റ്ഫോംസിൽ അതിപ്പോ നെറ്റ്ഫ്ലിക്സ് ആയാലും പ്രൈം വീഡിയോ ആയാലും എല്ലാത്തിനും തെറിവിളി മ്യൂട്ട് ചെയ്യാതെയാണ് കേൾപ്പിക്കുന്നത്. തെറിവിളിയൊക്കെ അങ്ങനെ കേൾപ്പിക്കാറാണ് പതിവ്. തെറിവിളി ഉള്ള സ്ഥലത്ത് മ്യൂട്ട് ചെയ്യുന്ന പരിപാടി ബിഗ് ബോസിലും ഇല്ലാതിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ലൈവിൽ നടന്ന ഒരു സംഭവത്തില് ആര്യൻ അക്ബറിനെ വിളിച്ചത് എന്താണ് എന്നുള്ളത് മലയാളി പ്രേക്ഷകർ അറിയരുത് എന്നെന്തോ നിർബന്ധമുള്ള പോലെയാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എഡിറ്റർ അണ്ണൻ. ആര്യനോട് എന്തോ ഒരു സ്നേഹമുള്ള പോലെയാണ് അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് പറയാം. വളരെ നല്ല രീതിയിൽ ഡൈനിങ് റൂമിൽ എന്തോ സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അക്ബറും ആര്യനും ഒക്കെ. അപ്പൊ രാവിലെ മുതൽ ആര്യനെ ക്നാപ്പൻ എന്ന് അക്ബർ വിളിക്കുന്നുണ്ടായിരുന്നു. ഒഫൻസീവ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ചൊക്കെ ഒഫൻസീവ് ആണ്. പക്ഷെ ക്യാപ്റ്റൻ എന്നുള്ളത് കളിയാക്കി അക്ബർ വിളിച്ചതാണത്. ക്നാപ്റ്റൻ എന്നൊരു വാക്കാക്കിയാണ് അക്ബർ വിളിച്ചത്. മൊയന്റ് എന്നൊക്കെ വിളിക്കുന്ന പോലെ കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു വാക്കാണെന്നാണ് അക്ബറിന്റെ വാദം. ഇതില് ട്രിഗറായി പ്രൊവോക്കായി ആര്യൻ അക്ബറിനെ ഒരു ക്രിക്കറ്ററിന്റെ പേര് വിളിച്ചു. ക്രിക്കറ്ററിന്റെ പേര് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ക്രിക്കറ്ററിന്റെ പേര് മലയാളത്തിലെ ഒരു തെറിവാക്കാണ്. അതെന്താണ് എന്ന് ബിഗ് ബോസ് ഒട്ടും തന്നെ കാണിച്ചിട്ടില്ല, കേൾപ്പിച്ചിട്ടില്ല. ഫുൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വാക്ക് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെ എല്ലാവരെയും തന്നെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ആര്യൻ കട്ടാരിയ എന്ന ഈ ഒരു കണ്ടസ്റ്റന്റ്, പുള്ളിക്ക് മലയാളം നേരെ അറിയത്തില്ല. ഓരോ വാക്കുകളുടെ മീനിങ്ങും അതിന്റെ പ്രയോഗവും കാര്യങ്ങളും ഒന്നും ആര്യന് അക്ബറിന്റെ അത്രയും അറിഞ്ഞിരിക്കണമെന്ന് ഒരു രീതിയിലുള്ള നിർബന്ധവും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ജിസയിലൊക്കെ ചെയ്യുന്നത് പോലെ സ്പീക്ക് ലെസ് സ്റ്റേ ലോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഇറക്കേണ്ടത്. പരമാവധി മിണ്ടാതിരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. വെറുപ്പിക്കാൻ നിൽക്കരുത് കാണുന്നവരെ. ആര്യൻ ചെയ്യുന്നത് എന്താണ്? ക്യാപ്റ്റനായിട്ട് അധികാരം കിട്ടിയതും പുള്ളി മറ്റേ സ്കൂൾ പ്രിൻസിപ്പൽ കൈൻഡ് ഓഫ് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അടക്കി ഭരിക്കാനായിട്ട് നടക്കുന്ന ഒരു കർക്കശക്കാരനായ പ്രിൻസിപ്പൽ. എല്ലാവരെയും മറ്റേ സ്റ്റാൻഡർഡീസ് അറ്റൻഷൻ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. എന്തായാലും ഇതൊരു ഭയങ്കരമായ ഡിബേറ്റ് ആവുന്നുണ്ട് ലൈവിൽ ആര്യനും അക്ബറും തമ്മിൽ. അപ്പവും അടയും ഒക്കെ ആയിരുന്നു മുമ്പ്. അപ്പാനുഷരത്ത് മതിയാക്കട എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിയുടെ ഗ്രൂപ്പാണ് ഈ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതാണ് ബിഗ് ബോസ് എന്ന ഷോ. ഇന്ന് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആള് നാളെ നമ്മുടെ ഏറ്റവും വലിയ എതിരാളി ആയേക്കാം. ഇതിപ്പോ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം വരെയാണ് ഈ ഒരു ഇങ്ങനെ ഒരു വാക്ക് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.